ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പാലപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിനായിട്ട് ഞാൻ ഇവിടെ 250 ml 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത്, 1 കപ്പ് ചോറ്, വെള്ളരിയുടെ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 സ്പൂൺ ഈസ്റ്റ്. ഇനി ഒരു നാളികേരത്തിൻ്റെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ തുറന്നു നോക്കുകയാണ്. നല്ലോണം പൊന്തി വന്ന് പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓണാക്കി പാലപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് ചെറുതായി കുറച്ച് വെച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി മാവ് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കാം. പാലപ്പം ചുടുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചുറ്റിച്ചെടുക്കലാണ്. ഇപ്പോൾ നല്ലതുപോലെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി എല്ലാ അപ്പവും ഇങ്ങനെ ചുട്ടെടുക്കാം. ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത് തേങ്ങാവെള്ളമാണ്. ഇതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അരി കുതിരാൻ വെക്കുമ്പോൾ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. അരി അരക്കുന്ന സമയത്ത് ഈ മാവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.